ആത്മോപദേശ ശതക മാസാചരണത്തിൻ്റെ 6-ാം ദിവസമായ ഇന്നത്തെ പാരായണം ഇവിടെ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 5 ഖണ്ഡങ്ങളുടെയും പാരായണത്തിൽ അത്ഭുതകരമായ താല്പര്യമാണ് ഒരുപാട് മനുഷ്യർ രേഖപ്പെടുത്തിയത്. അതിനെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങളുടെ ആത്മോപദേശ ശതകത്തിൻ്റെ അടുത്ത ഖണ്ഡത്തിലേക്ക് 26-ാം ഖണ്ഡത്തിലേക്ക്, നമ്മളിന്ന് 25 പറഞ്ഞു നിർത്തിയത്, 26-ാം ഖണ്ഡത്തിലേക്ക് കടന്നു പോവുകയാണ്. എന്താണെന്ന് നോക്കാം. അവയവമൊക്കെ അമർത്തി ആണിയായി നിന്നവയവ ആവിയെ ആവരിച്ചിടുന്നു. അവനിവനെന്നതിനാൽ അവൻ നിനയ്ക്കും അവശതയാം അവിവേകമൊന്നിനാലേ. അവിവേകം കൊണ്ടാണ്, എല്ലാ അവശതകളിൽ നിന്നുമാണ് അവിവേകം ഉണ്ടാകുന്നത്. അവശത മാറണം. അപ്പോഴാണ് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാൻ പറ്റും. ഇരുളിരുന്നറിയുന്നതാകും ആത്മാവറിവതു താനഥ നാമരൂപമായും കരണമൊടിന്ദ്രിയ കർത്തൃകർമ്മമായും വരുവതു കാൺക. എന്താണ് കുഴപ്പം? എന്താണ് ഗുണം? മഹേന്ദ്രജാലമെല്ലാം, നമ്മുടെ കയ്യും കാലും ഇന്ദ്രിയങ്ങളുമെല്ലാം വഴി നമ്മുടെ ഉള്ളിലെത്തുന്നത് വലിയ മഹേന്ദ്രജാലം തന്നെയാണ്. നാം അറിയാതെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ വഴിക്കും കരചരണങ്ങൾ വഴിക്കും ഇതെല്ലാം അകത്തേക്ക് കയറിപ്പോയി നമ്മളെ വീർപ്പ് മുട്ടിക്കുകയാണ്. 28 നോക്കൂ. അടിമുടിയറ്റടി തൊട്ടു മൗലിയന്തം സ്ഫുടമറിയുന്നത് തുര്യബോധമാകും. ജഡമറിവീലതു ചിന്ത ചെയ്തു ചൊല്ലുന്നിടയിലിരുന്നറിവല്ലറിഞ്ഞിടേണം. എല്ലാം അറിവുകളാണ് എന്ന് ധരിച്ചുകൂടാ. ചിന്ത ചെയ്താൽ മാത്രമാണ് അറിവേതാണ്, അറിവല്ലാത്തതേതാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ മനസ്സിലാക്കി വേണം ഭൗതിക ജീവിതത്തെ നേരിടാനെന്ന് ഗുരുസ്വാമികൾ നമ്മോട് പറഞ്ഞിരിക്കും. 29 നോക്കാം. മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യും മനുജനു മറ്റൊരു വേല ചെയ്തിടേണ്ട. വനമലർ കൊയ്തു അതല്ലായിൽ മായാമനു ഉരുവിട്ടുമിരിക്കിൽ. മായാമനു ഉരുവിട്ടുമിരിക്കിൽ. എന്താ ഗുണം? മായ മാറും. മായാമോഹങ്ങളെല്ലാം മാറണോ? ഈ 29-ാമത്തെ ഖണ്ഡം വീണ്ടും വീണ്ടും വായിച്ച നല്ലതുപോലെ ഹൃദയസ്ഥമാക്കി അതിനനുസൃതമായി ജീവിതത്തെ കൈകാര്യം ചെയ്താൽ മതിയാകുമെന്നാണ് വിവക്ഷ. നമുക്ക് 30-ാമത്തെ ഖണ്ഡത്തിലേക്ക് പോവാം. എന്താണ് 30-ാമത്തെ ഖണ്ഡം നമ്മളോട് പറഞ്ഞത്? ജഡമറിവീൽ അറിവിന്നു ചിന്തയില്ലോ, ഓതിയിടുകയുമില്ലറിവെന്നറിഞ്ഞു സർവം വിടുകിലവൻ വിശദാന്തരംഗനായി മേലുടലിലമർന്നു ഉഴലുന്നതില്ല നൂനം. അത് മനസ്സിലായോ? ചിന്തയുള്ളവന് വിശദാന്തരംഗനായി ശരീരത്തോടു കൂടി പിന്നെ ജീവിക്കേണ്ടി വരുന്നില്ല. ഈ 5 ഖണ്ഡങ്ങളിലൂടെ കഴിഞ്ഞ 25-ാമത്തെ ഖണ്ഡത്തിൽ പറഞ്ഞു വെച്ചതിൻ്റെ തുടർച്ച തന്നെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ സമയം കൊണ്ട് പിരിയാൻ നേരമായി. ആത്മോപദേശ ശതക മാസാചരണ പാരായണം കഴിഞ്ഞ 20 കൊല്ലമായി
ഗുരുദർശന വിചാര കേന്ദ്രത്തിൽ നടക്കുകയാണ്. അതിൽ പങ്കെടുത്തവരും ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരും ആത്മോദയ ശതകത്തിൻ്റെ അന്തസ്സാരത്തിലേക്ക് പോയി ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ പരിശ്രമിക്കുകയാണ്. ഇവിടെയുള്ള എല്ലാ സഖാക്കളും സഹോദരങ്ങളും സുഹൃത്തുക്കളും സഹാത്വത്തിലും സൗഹൃദത്തിലും നന്മയിലും പുലരുവാൻ ആത്മോദയ ശതകം സഹായിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം ഇന്നത്തെ വർത്തമാനം ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് യാത്ര പറയുന്നു. നന്ദി, നമസ്കാരം, ശുഭം, മംഗളം, ശാന്തം.